ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനൂസ് നാടൻ കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കുക്കർ ചെമ്മീൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഇനി ചെമ്മീൻ നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ചെമ്മീനൊക്കെ ഇട്ടൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. ചെമ്മീൻ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ചെമ്മീൻ റോസ്റ്റ് ചെയ്ത ഈ എണ്ണയും നമുക്ക് ആവശ്യമുള്ളതാണ്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പെരിഞ്ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി സ്പൈസസ് കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി 2 വലിയ സവാള കനം കുറച്ചരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് പച്ചമുളക് ചതച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 2 വലിയ തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റ് ചെയ്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതൊഴിച്ചാൽ അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് മല്ലിയില കൂടി ഇട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ച 1/2 കിലോ ബസുമതി റൈസാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി ആവശ്യത്തിന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ ബിരിയാണി മസാലയാണ് നമ്മളിനി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇതേ സമയം നമുക്ക് നെയ്യിലിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. അതുപോലെ തന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. 8 മിനിറ്റായി. നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റായിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും ഇതിലേക്കൊന്ന് വിതറി നല്ലതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് സെർവ് ചെയ്യാം. വായിൽ വെള്ളം മൂറും ചെമ്മീൻ ബിരിയാണി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.